ഭർത്താവിന്റെ മോഷണകൃത്യങ്ങളെ എതിർത്തതിന് ഭാര്യയ്ക്ക് ക്രൂരമർദ്ദനം. പീഡനം സഹിക്കാനാവാതെ വീട് വിട്ടിറങ്ങിയ ചേർത്തല സ്വദേശി സിലോയും 2 കുട്ടികളും ആലുവ ജനസേവയിലെത്തി. തൊടുപുഴ കല്ലൂർക്കാട് ഇല്ലിക്കൽ വീട്ടിൽ രഞ്ജിത്തിന്റെ ഭാര്യയാണ് സിലോ. ചേർത്തലക്കാരിയായ സിലോ വീട്ടിലെ ദുരിതം മൂലം ആന്ധ്രയിലും കൽക്കട്ടയിലും മറ്റും ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് പരിചയത്തിലായ രഞ്ജിത്തിനെ 5 വർഷം മുൻപാണ് സിലോ വിവാഹം ചെയ്തത്. എന്നാൽ ഭർത്താവ് മോഷ്ടാവാണെന്ന വിവരം ഇവർക്കറിയില്ലായിരുന്നു. മോഷണക്കുറ്റത്തിന് പിന്നീട് രഞ്ജിത്തിനെ പോലീസ് പിടികൂടി. 3 വർഷം ജയിൽ ശിക്ഷയും അനുഭവിച്ചു. ജയിലിൽ നിന്നിറങ്ങിയിട്ടും രഞ്ജിത്ത് മോഷണം തുടർന്നു. എതിർത്ത സിലോയെ ഭർത്താവിന്റെ പിതാവും ചേർന്ന് മർദ്ദിക്കുക പതിവായി. അപ്പനും അമ്മയും മകന്റെ സൈഡിൽ നിന്നിട്ട് എന്നെയും പിള്ളേരും തള്ളിപ്പറയും. എന്നിട്ട് ഒത്തിരി ദ്രോഹിക്കും. അപ്പനാണെങ്കിൽ ഒരു ദിവസം എന്നെ തല്ലിയൊക്കെ ചെയ്തായിരുന്നു. എന്നെ ഷോളിട്ട് വലിച്ച് മുറുക്കി വലിച്ചു പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് പാടുമായിട്ടാണ് ഞാൻ വീട്ടിൽ ചെന്നത്. ഞാൻ മരിച്ചു പോകേണ്ടായിരുന്നു. 4 വയസ്സുകാരൻ ശ്രീജിത്തിനും 3 വയസ്സുകാരൻ ശ്രീരാഗിനുമൊപ്പം വീട് വിട്ടിറങ്ങിയ സിലോ ഇപ്പോൾ ജനസേവയിലാണ് കഴിയുന്നത്. ഭർത്താവിന്റെ മോഷണശീലത്തെ എതിർത്തതിന് ഭാര്യയ്ക്ക് ക്രൂര മർദ്ദനമേറ്റ വാർത്തയാണ് ക്രൈംബ്രാഞ്ചിലെ ആദ്യ റിപ്പോർട്ട്. മർദ്ദനത്തിൽ സഹികെട്ട് യുവതി തന്റെ മക്കളെയും എടുത്ത് വീട് വിട്ടോടി. യുവതി ആലുവ ജനസേവ ശിശുഭവനിൽ അഭയം തേടിയിരിക്കുകയാണ്. ചേർത്തല സ്വദേശിനി സിലോയാണ് കുട്ടികളുമൊത്ത് ആലുവ ജനസേവയിലെത്തിയിരിക്കുന്നത്. 5 വർഷം മുൻപാണ് ചേർത്തല പള്ളിത്തോട് സ്വദേശിനി സിലോ തൊടുപുഴ കല്ലൂർക്കാട് സ്വദേശി രഞ്ജിത്തിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. ഇയാൾ മോഷ്ടാവാണെന്നറിയാതെയായിരുന്നു ഇരുവരും വിവാഹിതരായത്. വീട്ടിലെ ദുരിതം മൂലം സിലോ ആന്ധ്രയിലും കൽക്കട്ടയിലും ജോലി ചെയ്തു. ഇതിനിടയിലാണ് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന രഞ്ജിത്തുമായി അടുപ്പത്തിലാവുകയും പിന്നീട് വിവാഹം കഴിച്ച് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തത്. ഭർത്താവ് രാത്രിയിൽ പുറത്തു പോകുന്നത് മോഷണത്തിനായിരുന്നുവെന്ന് പോലീസ് പിടികൂടിയതോടെയാണ് താൻ അറിഞ്ഞതെന്ന് സിലോ പറഞ്ഞു. പുള്ളി എപ്പോഴും നോക്കിയാലും ഒരു വർഷം പോയി വരും, പിന്നെ വെള്ളം കുടിച്ച് പിന്നെ ഓരോ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങി സ്വർണവും അതും ഇതൊക്കെ പൈസ എല്ലാം എടുക്കും. പോലീസ് പിടിച്ച് 1 വർഷം ജയിലിലൊക്കെ ഇടും. പിന്നെ അമ്മയാണെങ്കിൽ മകൻ്റെ സൈഡാണ്. അപ്പനും അമ്മയും മകൻ്റെ സൈഡ്. എന്നിട്ട് എന്നെയും പിള്ളേരും തള്ളിപ്പറയും. നേരത്തെ എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞി. കെട്ടിക്കഴിഞ്ഞാണ് ഇങ്ങനെ മോഷ്ടിക്കാനൊക്കെ പോയത്. 3 തവണ ഇയാൾ മോഷണക്കുറ്റത്തിന് ജയിലിലായിട്ടുണ്ട്. മോഷണത്തെ എതിർത്തതിന് ഭർത്താവും ഭർത്തൃപിതാവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നും സിലോ പറഞ്ഞു. എന്നിട്ട് ഒത്തിരി ദ്രോഹിക്കും. അപ്പനാണെങ്കിൽ ഒരു ദിവസം എന്നെ തല്ലിയൊക്കെ ചെയ്തായിരുന്നു. എന്നെ ഷോളിട്ട് വലിച്ച് മുറുക്കി വലിച്ചു പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് പാടുമായിട്ടാണ് ഞാൻ വീട്ടിൽ ചെന്നത്. ഞാൻ മരിച്ചു പോകേണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കല്ലൂർക്കാട് നിന്ന് പോലീസുകാരൊക്കെ ഒത്തിരി വഴക്ക് പറഞ്ഞു. സാറന്മാർ ഒത്തിരി വഴക്ക് പറഞ്ഞു. ആ കൊച്ചി ചത്തുപോയാൽ എന്തെറിഞ്ഞേനുവെന്ന് പറഞ്ഞു. പിന്നെ എന്നെ കട്ടിൻ്റെ അവിടെ അപ്പുറം ഇപ്പുറം കട്ടിൽ കിടക്കായിരുന്നു. കട്ടിൻ്റെ അവിടെ അത് അയൽനിരത്തുകാരുമായിട്ട് മിണ്ടാൻ പോലും സമ്മതിക്കല്ല. അയൽനിരത്തുകാരോട് മിണ്ടിയെന്നും പറഞ്ഞ് കെട്ടിയാൻ വന്നപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് പുതപ്പട ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അന്നേരം ഞാൻ കൈ ഇങ്ങനെ വലിച്ചു മാറ്റി ചെയ്ത. അല്ലെ ഞാൻ മരിക്കാണ്ടായിരുന്നു. അന്നേരം വയറോടെ ഞാൻ നിൽക്കുകയായിരുന്നു. അത് എന്നിട്ട് അബോർഷനായിട്ട് പോയി. മർദ്ദനത്തിൽ സഹികെട്ട് മക്കളായ 4 വയസ്സുകാരൻ ശ്രീജിത്തിനെയും 3 വയസ്സുകാരൻ ശ്രീരാഗിനെയും കൂട്ടി വീട് വിട്ടിറങ്ങി ആലുവ ജനസേവയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു സിലോ. ഞാൻ നല്ല കാര്യം തന്നെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ഞാൻ പറയും ഇങ്ങനെയൊക്കെ പോയാൽ പിള്ളേർക്ക് പേരുദോഷമാണ്, എനിക്കും പേരുദോഷമാണ്. വീട്ടിൽ അപ്പനും അമ്മക്കൊരു പേരുദോഷവും ഇല്ല. അവരിങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. അത് മകൻ്റെ സൈഡാണ് നിൽക്കത്തുള്ളൂ അമ്മ. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങിത്തിരിക്കണം. എത്ര വട്ടം ഞങ്ങളിങ്ങനെ ഇറങ്ങിയെന്നറിയാവോ? ന്യൂസ് ബ്യൂറോ, കൊച്ചി. അവശത അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ജനസേവാ ശിശുഭവൻ്റെ എല്ലാ അണിയറ ശില്പികൾക്കും എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ നേരെയാണ്. അത് മാത്രമല്ല, അതിനെല്ലാമായി പ്രവർത്തിക്കുന്ന ജോസ് മാവേലി, എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടും അറിയാം. അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ സുഹൃത്തുമാണ്. എല്ലാ പരിപാടികൾക്കും എൻ്റെ ആശംസകൾ.